എത്തിയിരിക്കുന്നത് ഒരു നാടൻ മുതിര ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഏവർക്കും ഹെൽത്തി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പയറുവർഗ്ഗമാണ് മുതിര അഥവാ ഹോസ്ഗ്രാം എന്ന് പറയും. ഇതിൽ ധാരാളം പ്രോട്ടീൻ, ഫൈബർ, അയൺ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലോ കലോറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ വെയിറ്റ് ഗെയിൻ നോക്കുന്നുണ്ടെങ്കിൽ മുതിര ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് മഴക്കാലത്തും അതുപോലെ തന്നെ തണുപ്പ് കൂടുതലായിട്ടുള്ള സമയത്തിൽ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം ഈ മുതിര നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിനെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചൂട് കൂടുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും ഇതിൻ്റെ കൺസപ്ഷൻ ഒരു മിതമായ രീതിയിൽ കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ നമുക്കിപ്പോൾ പനി, കോൾഡ് അല്ലെങ്കിൽ കഫക്കെട്ട്, ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഈ മുതിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. അതുപോലെ കിഡ്നി സ്റ്റോൺസും അതുപോലെ റിജുവിനേഷൻ, യൗവനം നിലനിർത്താനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ മുതിര ഉപയോഗിച്ചിട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുതിര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിനൊരു കളർ ചേഞ്ചും അതുപോലെ നല്ലൊരു സ്മെല്ലും, പിന്നെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ച് തുടങ്ങും. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് റോസ്റ്റായി എന്ന് മനസ്സിലാവുന്നത്. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ എടുക്കും. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ മുതിര ഓൾമോസ്റ്റ് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിനി പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ മുതിരയ്ക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, അതുപോലെ 1 തണ്ട് കറിവേപ്പില, ഒരു 6 കഷ്ണം ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം അയൺ, ഫോളേറ്റ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനും ഹൃദയത്തിനും സ്കിന്നിനും ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 വെളുത്തുള്ളി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി പാനിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ചൂടാക്കണം നിർബന്ധമൊന്നും ഇല്ല. ഒന്നുകൂടി ടേസ്റ്റ് കൂടി ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് കഴിയുമ്പോൾ. അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് മുതിര വറുത്തതിന് ശേഷം ചമ്മന്തി അരയ്ക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ കൂട്ടിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുതിര ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 വറ്റൽമുളകേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ്, ഇഞ്ചി, ഉള്ളി, പുളി, തേങ്ങ, അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്.
ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 പേർക്ക് 4 പേർക്കൊക്കെ കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഈ പണ്ട് തേങ്ങയൊക്കെ ചുട്ടരച്ച് ചമ്മന്തി കഴിക്കില്ലേ, കനലിലൊക്കെ ഇട്ട്, ഇതിനിപ്പം ഏകദേശം നമ്മുടെ ആ ഒരു ചുട്ടരച്ച ചമ്മന്തിയുടെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് വിളമ്പാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുതിര ചമ്മന്തിയുടെ റെസിപ്പി മനസ്സിലായി കാണുമല്ലോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇത് ചോറിൻ്റെ ഒപ്പം അതുപോലെ ഇഡ്ഡലി, ദോശ, കപ്പയുടെ ഒപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം മറ്റൊരു പുതിയ ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.